ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഡെത്ത് ദ ലെവലർ ബൈ ജെയിംസ് ഷെർലി. ആദ്യം നമുക്ക് ജെയിംസ് ഷെർലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജെയിംസ് ഷെർലി ഒരു ഇംഗ്ലീഷ് പോയിറ്റും ഡ്രാമാറ്റിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഫിലോസഫിക്കൽ തീംസ് എക്സ്പ്ലോർ ചെയ്യുന്നു. അതുമാത്രമല്ല ലവ്, മോർട്ടാലിറ്റി പോലുള്ള തീംസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മെറ്റഫിസിക്കൽ സ്റ്റൈലിലാണ് എഴുതാറുള്ളത്. ഇൻട്രിക്കേറ്റ് കൺസീറ്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കൺസീറ്റ്സ് എന്ന് പറയുമ്പോൾ മെറ്റഫർ പോലത്തുള്ള ഒരു പൊയറ്റിക് ഡിവൈസാണ്. പക്ഷേ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളെയാണ് കൺസീറ്റ് കമ്പയർ ചെയ്യുന്നത്. പിന്നെ ഫിലോസഫിക്കൽ തീംസ് ഇതൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം എഴുതാറുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയംസ് നോക്കുകയാണെങ്കിൽ എ കണ്ടൻറ്റേഷൻ ഫോർ ഹോണർ ആൻഡ് റിച്ചസ്, ദ ട്രംപ് ഓഫ് പീസ്, ദ ട്രംപ് ഓഫ് ബ്യൂട്ടി, പിന്നെ കുപ്പിഡ് ആൻഡ് ഡെത്ത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയംസ്. ഇതിലെ 2-3 നോക്കി വെച്ചോളണം. അടുത്ത ഡെത്ത് ദ ലെവലർ പോയത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദ യൂണിവേഴ്സലിറ്റി ആൻഡ് ഇന്നവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. ഇതാണ് ഈ ഒരു കവിതയുടെ ഇമ്പോർട്ടൻറ്റ് തീം. ഇപ്പോൾ ഈ ഒരു കവിതയിൽ ജെയിംസ് ഷെർലി എങ്ങനെയാണ് ഡെത്ത് എല്ലാ മനുഷ്യരിലും ഒരുപോലെ എത്തിച്ചേരുന്നത്, വലിയവനെന്നോ താഴ്ന്നവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യസ്തമില്ലാതെ എല്ലാ മനുഷ്യരിലും ഒരുപോലെ മരണം വന്നു ചേരുന്നു. ആർക്കും മരണത്തെ തടയാൻ പറ്റത്തില്ല. ഡെത്തിനെ ഒരു അൾട്ടിമേറ്റ് ഈക്വലൈസർ എന്ന് ഈ കവിതയിൽ പറയുന്നു. അപ്പം ഡെത്തിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റിയെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെത്ത് ദ ലെവലർ ഒരു ഫ്യൂണറൽ സോങ് ആണ്. ഇത് വായനക്കാരെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. ഈ ഒരു പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് പറയുമ്പോൾ എർത്തിലെ ഗ്ലോറിയുടെയും പവറിൻ്റെയും ഒരു വാനിറ്റിയും ഇംപെർമനൻസുമാണ്. അതായത് നമ്മുടെ എല്ലാ ഭൗതികമായിട്ടുള്ള പ്രതാപവും ആഡംബരവും അനശ്വരമാണ്. അത് ഏത് നിമിഷം വേണോ ഇല്ലാതാകാം. മരണം ആരോടും ഒരു വേർതിരിവും കാണിക്കത്തില്ല. അത് എല്ലാവരെയും ഒരുപോലെ സമീപിക്കുന്നു. വലിയവനായാലും താഴ്ന്നവനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ശക്തിശാലിയായാലും ദുർബലനായാലും എല്ലാവരെയും ഒരുപോലെ ചാരമാക്കി മാറ്റുന്നു മരണം. നമ്മളുടെ ജീവിതകാലത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ ഓർമ്മകൾ മാത്രമേ എല്ലാ കാലവും നിലനിൽക്കത്തുള്ളൂ. ഇനി ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ അനാലിസിസിലോട്ട് പോകാം. അപ്പം ഈ കവിതയിൽ മൊത്തം 3 സ്റ്റാൻസേഴ്സ് ഉണ്ട്. ഓരോ സ്റ്റാൻസേഴ്സിലും 8 ലൈൻസ് വെച്ചുണ്ട്. ഇതിൻ്റെ റൈം സ്കീം ABAB CCDD. ഇനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. The glories of our blood and state are shadows, not substantial things. അപ്പോൾ ഈ ഫസ്റ്റ് 2 ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് വേൾഡ്ലി പവർ ആൻഡ് സ്റ്റാറ്റസ്. നമ്മുടെ വേൾഡ്ലി പവറിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും ടെമ്പററിനെസ്, അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ ആഡംബരവും അധികാരവും എല്ലാം ക്ഷണികമാണ്. അത് എന്നും നിലനിൽക്കുന്നതല്ല. അത് സബ്സ്റ്റൻഷ്യൽ തിങ്സ് അല്ല, ഷാഡോസ് പോലെയാണ്. നിഴലുകൾ ഉണ്ടാകുന്നത് പ്രകാശമുള്ളപ്പോൾ മാത്രമാണ്. പ്രകാശമില്ലാത്തപ്പോൾ നിഴലുകൾ ഉണ്ടാകത്തില്ല. അതുപോലെയാണ് നമ്മുടെ വേൾഡിലെ പവറും സ്റ്റാറ്റസും എല്ലാം. ഒരിക്കലും സബ്സ്റ്റൻഷ്യൽ തിങ്സേ അല്ല. നമ്മുടെ എല്ലാ എർത്തിലെ ഗ്ലോറീസും സ്റ്റാറ്റസും എല്ലാം നിഴലുകൾ ഇരുട്ടത്ത് മാഞ്ഞു പോകുന്നത് പോലെ മരിച്ചു കഴിയുമ്പോൾ എല്ലാം ഡിമിനിഷ് ആകും, മാഞ്ഞു പോകും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്തുക്കളെയും ബഹുമതികളെയും അധികാരത്തെയൊക്കെയാണ്. ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫേറ്റ്. അപ്പം വിധിയെ തടുക്കാൻ ഒരു ആർമറും ഒരു പടച്ചട്ടയുമില്ല. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. രാജാക്കന്മാരായിരുന്നാൽ പോലും മരണത്തിന് മുമ്പിൽ കീഴടങ്ങണം. ഇവിടെ ഐസി ഹാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഡെത്തിൻ്റെ കോൾഡ് ആൻഡ് റിലൻറ്റ്ലെസ് നാച്ചറിനെയാണ്. അതായത് മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നൊരു മലയാളം ചൊല്ലുണ്ട്. അതായത് ആൾക്കാരുടെ പദവി അവസ്ഥ ഒന്നും നോക്കാതെ മരണം വരും. ആരെന്നാലും മരണത്തിന് മുമ്പിൽ കീഴണം. സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടെമ്പിൾ ഡൗൺ ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കഡ് സ്കൈറ്റ് ആൻഡ് സ്പേഡ്. ഇവിടെ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അതായത് കിരീടവും ചെങ്കോലും കിങ്സിനെയും എലൈറ്റ് ക്ലാസ് പീപ്പിളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും. സ്കൈത്തും സ്പെയ്ഡും പെഷൻസ് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം രാജാവായിരുന്നാലും പ്രഭുക്കന്മാരായിരുന്നാലും മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഇവർ വെറും ചാരമാണ്.
രാജാവെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരായിരുന്നാലും മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെറും ചാരമാണ്. മരണത്തിന് മുമ്പിൽ രാജാവ്, പാവപ്പെട്ടവൻ എന്ന് വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും ഒരേപോലത്തെ ചാരമാക്കി മാറ്റും മരണം. അപ്പം ഫസ്റ്റ് സ്റ്റാൻസ ഒരു ഡെത്തിൻ്റെ ഇൻഎക്സ്കേപ്പബിൾ റിയാലിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് പോകാം. സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ് ദ ഫീൽഡ് ആൻഡ് പ്ലാൻ ഫ്രഷ് ലൗറൽസ് വെർ ദ കിൽ. അപ്പം ഇവിടെ വിക്ടോറിയസ് വാരിയേഴ്സിനെയാണ് പറയുന്നത്. അവർ പല യുദ്ധത്തിലും വിജയിക്കുന്ന വീരന്മാരെ. അപ്പം അവർ ഓരോ യുദ്ധത്തിലും വിജയിക്കുമ്പോൾ പല റിവാർഡ്സും ഹോണേഴ്സും ഒക്കെ ലഭിക്കും. അവരുടെ ഈ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവരുടെ ലൈഫ് ടൈമിൽ വളരെയധികം ഇമ്പ്രസീവായിരിക്കും. പക്ഷേ ഇതെല്ലാം ടെമ്പററിയാണ്. ഈ അച്ചീവ്മെൻറ്റ്സിനൊന്നും അവരെ മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. എത്ര വലിയ വിക്ടോറിയസ് വാരിയേഴ്സ് ആയിരുന്നാലും ഒരു നാൾ മരണത്തിന് മുമ്പിൽ കീഴടങ്ങണം. ഡെത്താണ് അൾട്ടിമേറ്റ് വാരിയർ. എത്ര വലിയ വിക്ടോറിയസ് വാരിയർ ആയിരുന്നാലും ഡെത്തിന് മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. ഡെത്ത് വിൽ ഡിഫീറ്റ് ആൾ ദ വാരിയേഴ്സ് ആൻഡ് ആൾ ഹ്യൂമൻ സ്പീഷീസ്. നോ വൺ ക്യാൻ എസ്കേപ്പ് ഫ്രം ദ ടച്ച് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രഷ് ലൗറൽസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ വിജയിച്ചു കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു റിവാർഡ്സും ഹോണേഴ്സുമാണ്. ബട്ട് ദിയർ സ്ട്രോങ് നേഴ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഹീൽഡ് ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. ഇവിടെ സ്ട്രോങ് നേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പവർഫുൾ ഇൻഡിവിജ്വൽസ് വിത്ത് റീസൈലൻസ് ആൻഡ് സ്ട്രെങ്ത്. അതായത് ഏത് സാഹചര്യവും നേരിടാൻ ധൈര്യമുള്ള പവർഫുൾ ഇൻഡിവിജ്വൽസിനെയാണ്. ഈ പവർഫുൾ ഇൻഡിവിജ്വൽസിന് മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയും, മറ്റു മനുഷ്യരെ. പക്ഷേ അവർക്ക് ഒരിക്കലും ഡെത്തിനെ കോൺകർ ചെയ്യാനോ ഡോമിനേറ്റ് ചെയ്യാനോ കഴിയത്തില്ല. ഇയർലി ഓർ ലേറ്റ് ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. അപ്പോൾ പിന്നീടല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവർ അവരുടെ വിധിക്ക് മുമ്പിൽ കീഴടങ്ങണം. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദെയർ മർമറിങ് ബ്രീത്ത്സ് വെൻ ദേ പീൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. അവർ അവസാനം മരണത്തിന് മുമ്പിൽ കീഴടങ്ങണം. അവരുടെ മർമറിങ് ബ്രീത്ത് മരണത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യണം. മർമറിങ് ബ്രീത്ത് സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു ലീവിങ് ആൻഡ് ആക്റ്റീവ് സ്റ്റേറ്റ്, ദ ബ്രീത്ത് ദാറ്റ് സസ്റ്റെയിൻ ലീവ്സ്. അപ്പം മനുഷ്യരുടെ ആ ഒരു ലീവിങ് സ്റ്റേറ്റിനെയാണ് മർമറിങ് ബ്രീത്ത് സിംബലൈസ് ചെയ്യുന്നത്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ബ്രീത്ത്. അടുത്ത ഇതിൽ മറ്റൊരു ഫ്രേസ് പെയിൽ ക്യാപ്റ്റീവ്സ്. പെയിൽ ക്യാപ്റ്റീവ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദോസ് ഹു ആർ ബീങ് സബ്ഡ്യൂഡ് ബൈ ഡെത്ത്. മരണം അടിമയാക്കുന്ന ആൾക്കാരെ. അതായത് എത്ര വലിയ വീരന്മാരായിരുന്നാലും മരണത്തിന് മുമ്പിൽ ഒരു അടിമയെ പോലെ കീഴടങ്ങണം. ഇപ്പം അടിമകൾ എന്ന് പറയുമ്പം അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരുന്നാലും മുതലാളിമാർ പറയുമ്പോൾ അനുസരിച്ചേ പറ്റും. അതുപോലെയാണ് മരണത്തിന് മുമ്പിലും. ഇഷ്ടമില്ലെങ്കിലും മരണത്തിന് മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. അടുത്ത തേർഡ് സ്റ്റാൻസിലോട്ട് പോകാം. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. ഇവിടെ ഗാർലൻഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിംബൽസ് ഓഫ് വിക്ടറി, അതായത് റിവാർഡ്സ്, ഹോണേഴ്സ്, പല അച്ചീവ്മെൻറ്റ്സും. അപ്പം എത്രയൊക്കെ റിവാർഡുകൾ ലഭിച്ചാലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയാലും ഇതെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഡിമിനിഷ് ആവും, മങ്ങാൻ തുടങ്ങും. ഈവൻ ദ പ്രൗഡസ്റ്റ് വാരിയേഴ്സ് വിൽ ഹാവ് ദെയർ പ്രൈഡ് ഡിമിനിഷ്ഡ് ബൈ അപ്പോൺ ദെയർ ഡെത്ത്. എത്ര പ്രൗഡ് വാരിയേഴ്സ് ആയിരുന്നാലും അവരുടെ പ്രൈഡും അച്ചീവ്മെൻറ്റ്സ്, റിവാർഡ്സ് എല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഡിമിനിഷ് ആവും, മങ്ങാൻ തുടങ്ങും. ആൾക്കാരുടെ മനസ്സിൽ നിന്ന് അത് പതിയെ പതിയെ അങ്ങ് ഇല്ലാതാവും. അപ്പോൺ ഡെത്ത്സ് പർപ്പിൾ അൾട്ടാർ നൗ സീ വെയർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. അപ്പം പർപ്പിൾ അൾട്ടാർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഡെത്തിൻ്റെ അബ്സല്യൂട്ട് ഡൊമിനിയനെയാണ്. അപ്പം മരണത്തിന് മുമ്പിൽ വിക്ടർ ആയാലും വിക്ടിമായാലും വിജയിയായാലും പരാജയപ്പെട്ടവനായാലും ഒരു നാൾ കീഴടങ്ങണം. അപ്പം ഈ ഒരു ഫ്രേസ് വിക്ടർ വിക്ടിം ഹൈലൈറ്റ് ചെയ്യുന്നത് ബോത്ത് വിക്ടറിൻ്റെയും വിക്ടിംസിൻ്റെ ആ ഒരു ഷെയർഡ് ഫെയ്റ്റിനെയാണ്. അതായത് ബോത്ത് വിക്ടർ ആൻഡ് വിക്ടിംസ് മസ്റ്റ് ഇവൻച്വലി സക്കംബ് ടു ഡെത്ത്. മരണത്തിന് മുമ്പിൽ കീഴടങ്ങണം. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടോംബ്. ആരായിരുന്നാലും ഒരു നാൾ ശവക്കല്ലറയ്ക്കുള്ളിലാകും. ഒൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസംസ് ഇൻ ദെയർ ഡസ്റ്റ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, ഒൺലി യുവർ ഗുഡ് ഡീഡ്സ് വിൽ ലാസ്റ്റ് ലോങ്ങർ ഇൻ ആഫ്റ്റർ ഡെത്ത്. അപ്പം മരണത്തിന് ശേഷം ഓരോ വ്യക്തിയും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ, ആൾക്കാർ ഓർമ്മിക്കുകയുള്ളൂ. മറ്റ് റിവാർഡ്സും അച്ചീവ്മെൻറ്റ്സ് എല്ലാം പതിയെ പതിയെ ആൾക്കാർ മറക്കാൻ തുടങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.